My dear students, this is your Mary teacher and welcome to my YouTube channel Mary's Thoughts and Talks. Amigo Brothers by PIRI Thomas is a thriller story which grabs readers' attention from the beginning to the end. It's a story about friendship and conflict. Now, can you guess what happens when friends compete? പിരി തോമസിൻ്റെ എമിഗോ ബ്രദേഴ്സ് എന്ന കഥ വളരെയധികം ആവേശമുണർത്തുന്ന ഒന്നാണ്. മാത്രമല്ല, വായനക്കാരുടെ ശ്രദ്ധ തുടക്കം മുതൽ ഒടുക്കം വരെ പിടിച്ചു പറ്റുകയും ചെയ്യുന്നു. ഈ കഥ സുഹൃത്ത് ബന്ധത്തിൻ്റെയാണ്. അതുമാത്രമല്ല, സുഹൃത്തുക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെയും കഥയാണ്. നിങ്ങൾക്ക് ഊഹിക്കാമോ, രണ്ട് സുഹൃത്തുക്കൾ ഏറ്റുമുട്ടിക്കൊണ്ട് മത്സരിച്ചാൽ എന്താണ് സംഭവിക്കുക? Now about the author. PIRI Thomas was a writer and a poet whose memoir Down These Mean Streets became a bestseller. He was in prison for 7 years and his prison experience made him to work for the youth to avoid a life of crime. പിരി തോമസ് അതിപ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു കവിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പായ ഡൗൺ ദീസ് മീൻ സ്ട്രീറ്റ്സ് ഏറ്റവും അധികം വിൽക്കപ്പെട്ട പുസ്തകമാണ്. 7 വർഷത്തോളം അദ്ദേഹം ജയിലിലായിരുന്നു. തൻ്റെ ജയിലിലെ അനുഭവം പിന്നീട് അദ്ദേഹം ചെറുപ്പക്കാരെ അക്രമത്തിൻ്റെ പാതയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചു. Shall we start this interesting story? Now listen carefully. Antonio Cruz and Felix Vargas were boys of 17. They were close friends and so they felt like brothers. They spent their childhood together in the same building on the Lower East Side of Manhattan. Antonio was fair, lean and lanky with hair falling over his eyes. Felix was dark, short and husky with black hair in Afro style. Both of them had a dream to become lightweight champion of the world. Antonio Cruzum ഫെലിക്സ് വർഗാസും 17 വയസ്സുള്ള ആൺകുട്ടികളാണ്. അവര് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ അവർ പരസ്പരം സഹോദരന്മാരെ പോലെയാണ് കരുതിയിരുന്നത്. അവരുടെ ബാല്യകാലം അവരെ മാൻഹട്ടനിലെ ലോവർ ഈസ്റ്റ് സൈഡിലുള്ള ഒരു കെട്ടിടത്തിലാണ് ചെലവഴിച്ചത്. ആന്റോണിയോ നല്ല വെളുത്ത് മെലിഞ്ഞ് നീണ്ട ഒരു ശരീരപ്രകൃതക്കാരനാണ്. അവൻ്റെ തലമുടി കണ്ണിൻ്റെ മുകളിൽ വീണ് കിടക്കാറുണ്ട്. ഫെലിക്സ് ആകട്ടെ ഇരുണ്ട നിറവും ഉയരം കുറച്ച് തടിച്ച പ്രകൃതമാണ്. മുടിയാണെങ്കിൽ കറുത്ത് ചുരുണ്ട് ആഫ്രിക്കൻ സ്റ്റൈലിലാണ് ഫെലിക്സിൻ്റേത്. അവർക്ക് 2 പേർക്കും ഒരു സ്വപ്നമാണ് ഉണ്ടായിരുന്നത്. ലോകത്തിലെ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യന്മാരാവുക എന്ന ഒരു സ്വപ്നം 2 പേർക്കും ഉണ്ടായിരുന്നു. They both worked out at the gym or at the boys' club. They would run
in the early morning, wrapped in sweatshirts and short towels round their neck, while some youngsters were doing wrong things. They both had positive dreams only. They had a collection of fight magazines and collection of torn tickets of the boxing matches they attended. ഇവർ രണ്ടുപേരും ജിമ്മിലോ അല്ലെങ്കിൽ ബോയ്സ് ക്ലബിലോ നന്നായി എക്സസൈസ് ചെയ്യുമായിരുന്നു. എന്നും രാവിലെ അവർ ഓടാൻ പോകും. അവർ ഓടി വിയർത്ത് അവരുടെ ഷർട്ടുകളും അതുപോലെ തന്നെ ടവലുകളും ഒക്കെ വിയർത്തിരിക്കും. ഇതേ സമയം മറ്റു ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികൾ പല തെറ്റായ കാര്യങ്ങളും ചെയ്ത് സമയം ചെലവഴിക്കുകയായിരിക്കും. ഇവർക്ക് രണ്ടുപേർക്കും ശുഭപ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത്, നല്ല സ്വപ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരുടെ കയ്യിൽ ഒരുപാട് സംഘടനകളെ പറ്റിയുള്ള മാഗസിൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ പോയിട്ടുള്ള ബോക്സിംഗ് മാച്ചുകളുടെയൊക്കെ ടിക്കറ്റ് കഷ്ണങ്ങൾ അവർ ശേഖരിച്ച് വയ്ക്കുമായിരുന്നു. After a series of elimination bouts, they were informed that they were to meet each other in the division final scheduled for the 1st of August. That was 2 weeks away. The winner would represent in the final of Golden Gloves Championship tournament. The two boys continued to run together, but they sensed a wall between them even when they were jogging with each other. ഒരുപാട് സംഘടന പരമ്പരയ്ക്ക് ശേഷം ഓരോരുത്തരായി ഒഴിവായി. അവസാനം ഫെലിക്സിനോടും ആന്റോണിയോടും അറിയിക്കുകയാണ് അവരാണ് ഡിവിഷൻ ഫൈനൽ മാച്ചിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരെന്ന്. 7-ാം തീയതി ഓഗസ്റ്റിലാണ് അവരുടെ മത്സരം. മത്സരത്തിന് ഇനി 2 ആഴ്ച കൂടിയുണ്ട്. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ആളാണ് ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ മാച്ചിൽ തിരഞ്ഞെടുക്കപ്പെടുക. രണ്ടുപേരും ഇതറിഞ്ഞതിന് ശേഷവും തങ്ങളാണ് ഫൈനലിൽ നേർക്കുനേരെ എതിരിടേണ്ടതെന്ന് അറിഞ്ഞതിന് ശേഷവും അവരെ പ്രഭാതങ്ങളിൽ ഓടാനായിട്ട് ആരംഭിച്ചു. രണ്ടുപേരും ഒരുമിച്ചോടും. പക്ഷേ അവർക്കിടയിൽ എന്തോ ഒരു ചെറിയ ഒരു മതിൽ ഉയർന്നു വരുന്നത് പോലെ അവർക്ക് തോന്നുകയാണ്. അവർ തമാശ പറയുമ്പോൾ പോലും അവർക്കിടയിൽ എന്തോ ഒരു ചെറിയ അകൽച്ച അവർക്ക് അനുഭവപ്പെട്ടു. One morning, a week before their bout, they met as usual for their daily workout. Felix was practicing some leg movements. Felix suddenly stopped his exercise and told Antonio that they must speak to each other. Antonio knew it was about their fight. Since they came to know that fight was between them, they kept awake at night thinking how to fight without hurting each other. They both want to win, but only one of them can win. There are no draws in the eliminations. സംഘട്ടനത്തിന് ഒരാഴ്ച മുമ്പ് അവർ പതിവ് പോലെ എക്സസൈസ് ചെയ്യുന്നതിനായി കണ്ടുമുട്ടി. ഫെലിക്സ് തൻ്റെ കാലുകൊണ്ടുള്ള ചില ചലനങ്ങൾ പരിശീലിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ തൻ്റെ എക്സസൈസ് നിർത്തി ആന്റോണിയോനോട് പറഞ്ഞു, നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. ആന്റോണിയോനറിയാം അത് തങ്ങളുടെ സംഘട്ടനത്തെ പറ്റിയാണ്
സംസാരിക്കാൻ പോകുന്നതെന്ന്. അവര് തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനോടാണ് എതിരിടാൻ പോകുന്നതെന്ന് അറിഞ്ഞ അന്നു മുതൽ എങ്ങനെ പരസ്പരം വേദനിപ്പിക്കാതെ പൊരുതാനായിട്ട് പറ്റുമെന്നുള്ളത് മാത്രമാണ് അവരുടെ ചിന്ത. അന്റോണിയോയ്ക്ക് ഫെലിക്സിനെ വേദനിപ്പിക്കാതെ തന്നെ നേരിടണം, അതുപോലെ ഫെലിക്സിന് തിരിച്ചും. രണ്ടു പേർക്കും വിജയിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഒരാൾക്കേ വിജയിക്കാനായിട്ട് പറ്റുള്ളൂ, ഒരാളെ ജേതാവാകുള്ളൂ. ഈ സംഘട്ടനത്തിൽ ഡ്രോ ഇല്ല, എലിമിനേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും. Felix told Antonio that he wanted to win. Antonio replied that in the ring the better man wins. They agreed that they will fight like strangers when they get into the ring. They will be like strangers who want the same thing, but only one can win. Felix agreed they have to fight it out. Felix അന്റോണിയോനോട് പറയുകയാണ് തനിക്ക് വിജയിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന്. അന്റോണിയോ അതിന് മറുപടിയായി പറയുകയാണ്, റിങ്ങിൽ ആരാണ് നന്നായി പൊരുതുന്നവൻ അവനാണ് ജേതാവാകുക എന്ന്. അവർ പറയുകയാണ് തങ്ങൾ അപരിചിതരെ പോലെ മത്സരിക്കുമെന്ന്. റിങ്ങിൽ അവർ രണ്ടുപേരും വിജയിക്കുക എന്ന ഒരു ലക്ഷ്യത്തിനു വേണ്ടി അപരിചിതരെ പോലെ പരസ്പരം നന്നായി പൊരുതും. Felix then makes a suggestion that he is going to stay with his aunt Lucy in the Bronx, and they will not see each other until the day of fight. The Felix and Antonio made the deal not to meet each other until the day of fight. Antonio asked Felix if he was worried. Felix laughed and said he was not worried. After the fight, they will again be the best friends as if nothing had happened. ഫെലിക്സ് തൻ്റെ അമ്മായിയായ ലൂസിയുടെ അടുത്ത് പോയി താമസിക്കാമെന്ന് പറയുകയാണ്. ഇനി തങ്ങളുടെ ഫൈറ്റിൻ്റെ അന്നുവരെ തങ്ങൾ പരസ്പരം കാണുകയില്ല എന്ന് ഫെലിക്സും അന്റോണിയോയും ഒരു അഭിപ്രായ സമന്വയത്തിലെത്തുകയാണ്. അന്റോണിയോ ഫെലിക്സിനോട് ചോദിക്കുകയാണ്, നിനക്ക് വിഷമമുണ്ടോ? ഫെലിക്സ് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, തനിക്ക് യാതൊരു ആകുലതയുമില്ല. ഈ പൊരുതലിന് ശേഷം, മത്സരത്തിന് ശേഷം തങ്ങൾ വീണ്ടും പഴയ പോലെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി തീരുമെന്നും യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ പെരുമാറുമെന്നും ഫെലിക്സ് മറുപടിയായി പറയുകയാണ്. The evening before the fight, Antonio went to the terrace. He thought he wanted to knock out Felix quickly so that he does not get hurt by the long fight. Felix, on the other hand, decided to watch a movie to keep Antonio's face away from his mind. He was shocked to see the champion getting beaten in the film. He imagined himself in the ring, blasting Antonio against the rope. Then he walked through the dark streets. He saw boys wearing gang colors. He was not relaxed, so he went back to Aunt Lucy's apartment and went straight to bed. അന്ന് വൈകുന്നേരം അന്റോണിയോ ടെറസിന് മുകളിൽ ഇരുന്നു കൊണ്ട് ഫെലിക്സിനെ എങ്ങനെ പെട്ടെന്ന് തന്നെ നോക്കൗട്ടിലൂടെ പുറത്താക്കാം എന്ന് ചിന്തിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫെലിക്സിന് അധികം വേദനിക്കുകയില്ലല്ലോ. ഫെലിക്സ് ആകട്ടെ ഒരു സിനിമ കാണാനായിട്ട് തീരുമാനിക്കുകയാണ്.
അന്റോണിയോയുടെ ചിന്ത മനസ്സിൽ നിന്ന് മാറണം. പക്ഷേ ഫെലിക്സ് ആ സിനിമയിൽ ചാമ്പ്യൻ ഒരുപാട് ഇടികിട്ടി തളർന്നിരിക്കുന്നത് കാണുമ്പോൾ ഫെലിക്സിന് ആശങ്കയേറുന്നു. അവൻ കയറിൽ അന്റോണിയോയെ ചാരി നിർത്തിക്കൊണ്ട് അന്റോണിയോയെ ഇടിക്കുന്നത് സങ്കല്പിക്കുകയാണ്. അവന് ടെൻഷൻ ഒരു കുറവുമില്ല. ഇരുണ്ട വഴികളിലൂടെ അവൻ പുറത്തിറങ്ങി നടക്കാനായി തുടങ്ങി. അവിടെ ഒരുപാട് ആൺകുട്ടികൾ ഓരോ ഗാങ്ങിനെയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ജേഴ്സികൾ അണിഞ്ഞ് നടക്കുന്നത് കാണുകയാണ്. അവന് തൻ്റെ സുഹൃത്തിനെ എങ്ങനെ എതിരിടാം എന്നുള്ള ചിന്തയിൽ അവൻ തിരിച്ച് ലൂസി ഓൺട്ടിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്ന് ഉറങ്ങാനായി കിടക്കുന്നു. Antonio was also worried, thinking about Felix. How would the fight on the next day affect his relation with Felix in the ring? He is not going to be his friend, but his opponent. Antonio did some dancing steps to forget negative thoughts. He prayed for the victory through a quick, clean knockout in the first round. അന്റോണിയോ ഫെലിക്സിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാനായി തുടങ്ങി. തങ്ങളുടെ പിറ്റേ ദിവസത്തെ മത്സരം എങ്ങനെ തങ്ങളുടെ സുഹൃത്ത് ബന്ധത്തെ ബാധിക്കുമെന്ന് അവൻ ചിന്തിച്ചു. പക്ഷേ റിങ്ങിനുള്ളിൽ ഫെലിക്സ് ഒരിക്കലും തൻ്റെ സുഹൃത്താകില്ല, തൻ്റെ എതിരാളിയായിരിക്കും എന്ന് അവൻ തീരുമാനിക്കുകയാണ്. ഫെലിക്സിനെ മറക്കാൻ വേണ്ടി അന്റോണിയോ കുറച്ച് ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഫെലിക്സിനെ പെട്ടെന്നുള്ള നോക്കൗട്ടിലൂടെ പുറത്താക്കാനായിട്ട്, അതുപോലെ തനിക്ക് വിജയം നേടുന്നതിനായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് അന്റോണിയോ ഉറങ്ങാനായി കിടന്നു. Large posters were seen on the walls about the fight. Both Antonio and Felix had loyal fans because they were respected and liked by others. The fight was to take place at Tompkins Square Park. From morning onwards, workers were busy setting up the ring, the seats and guest speakers stand. The bout began shortly after noon. The park was fully crowded even before that. ചുമരുകളിലൊക്കെ മത്സരത്തിൻ്റെ കുറിച്ചുള്ള വലിയ വലിയ പരസ്യങ്ങൾ കാണാമായിരുന്നു. അന്റോണിയോയിനും ഫെലിക്സിനും ഒരുപാട് ആരാധക നിര തന്നെയുണ്ട്. അവരെ രണ്ടുപേരെയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന വലിയൊരു കൂട്ടം തന്നെയുണ്ട്. സംഘട്ടനം നടക്കാനിരുന്നത് ടോംകിൻസ് സ്ക്വയർ പാർക്കിലായിരുന്നു. രാവിലെ തൊട്ട് തന്നെ പണിക്കാര് വളരെ തിരക്കിലാണ്. സീറ്റുകൾ ഒരുക്കുന്നതിലും ഗസ്റ്റ് സ്പീക്കറിൻ്റെ സ്റ്റാൻഡ് തയ്യാറാക്കുന്നതിലും ഒക്കെ അവർ തിരക്കിലായിരുന്നു. ടോംകിൻസ് സ്ക്വയർ പാർക്ക് കാണികളെ കൊണ്ട് സംഘട്ടനത്തിന് മുമ്പ് തന്നെ തിങ്ങി നിറഞ്ഞു. When the waiting time was over, Felix was escorted by a dozen fans in white t-shirts. Antonio was escorted through another way. The two entered the ring. The crowd applauded with a roar. They both bowed gracefully and raised their arms in acknowledgement. Antonio tried to be cool. He turned to Felix and looked at him. Felix nodded his head and Antonio responded. The crowd became silent. The announcer spoke. "This is the moment you have been waiting for. The two young Puerto Rican fighters are Felix Vargas, weighing
134 pounds and Antonio Cruz weighing 133 pounds. The winner will represent the Golden Gloves Championship tournament. There will be no draw. May the best man win. അങ്ങനെ കാണികൾ കാത്തിരുന്ന നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഫെലിക്സ് ഒരുപാട് ആരാധകരുടെ പിന്തുണയോടുകൂടി അവരെ എതിരേറ്റുകൊണ്ട് റിങ്ങിലേക്ക് വരികയാണ്. ആരാധകരെല്ലാം വെള്ള ടീഷർട്ടുകളാണ് ധരിച്ചിട്ടുള്ളത്. എൻറ്റോണിയോ മറ്റൊരു വഴിയിലൂടെ ഇതുപോലെ തന്നെ ആരാധകരെ എതിരേറ്റുകൊണ്ട് വരികയാണ്. രണ്ടുപേരും റിങ്ങിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവർ ആദരവോടെ തലകുനിച്ച് കാണികളുടെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് കൈ ഉയർത്തി. എൻറ്റോണിയോ ശാന്തനായിരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവൻ പതിയെ ഫെലിക്സിനെ നോക്കുന്നു. ഫെലിക്സ് തിരിച്ച് തലയാട്ടിക്കൊണ്ട് പ്രതികരിക്കുകയാണ്. കാണികൾ വളരെയധികം നിശബ്ദരായി. അനൗൺസർ സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ കാത്തിരുന്ന നിമിഷങ്ങൾ വന്നു കഴിഞ്ഞു. 2 പോർട്ടോറിക്കൻ ചെറുപ്പക്കാരായ എതിരാളികൾ ഫെലിക്സ് വർഗാസും 134 പൗണ്ട് തൂക്കമുള്ള ഫെലിക്സ് വർഗാസും എൻറ്റോണിയോ ക്രൂസ് 133 പൗണ്ട് തൂക്കമുള്ള എൻറ്റോണിയോ ക്രൂസുമാണ്. ഇതിൽ വിജയിക്കുന്നവൻ ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ ഫൈനലിൽ മത്സരിക്കും. ഈ മത്സരത്തിൽ ഡ്രോ ഇല്ല. ഏറ്റവും നന്നായി പോരാടുന്നവൻ വിജയിക്കും. The crowd cheered loudly. Referee gave them instructions. Keep your punches up. No low blows. No punches on the back of the head. Let us have a clean fight. Now shake hand and come out fighting. കാണികൾ ആവേശത്തോടുകൂടി ഒച്ച വയ്ക്കാനായിട്ട് തുടങ്ങി. റെഫറി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. നിങ്ങളുടെ ഇടികൾ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തായിരിക്കണം. തലയ്ക്ക് പുറകിൽ ഇടിക്കാൻ പാടില്ല. വളരെ അന്തസ്സായുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ എതിരിടൽ. ഇനി നിങ്ങൾ പരസ്പരം കൈകൊടുത്തുകൊണ്ട് സംഘട്ടനം ആരംഭിക്കൂ. Both fighters touched the gloves and nodded. Now started the first round. Antonio and Felix faced each other in a fighting posture. Felix wasted no time. He started attacking Antonio. In the competition, there was no sign of friendship. They were fighting like 2 contestants for the championship. Both of them were trying hard to floor the other. The first round came to an end. ഫെലിക്സും എൻറ്റോണിയോയും ഗ്ലൗസുകൾ മുട്ടിച്ചുകൊണ്ട് തലയാട്ടി റെഫറിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയാണ്. മണിമുഴങ്ങി ആദ്യത്തെ റൗണ്ട് ആരംഭിച്ചു. എൻറ്റോണിയോയും ഫെലിക്സും പരസ്പരം ആക്രമിക്കുന്ന രീതിയിൽ നിൽക്കുകയാണ്. ഫെലിക്സ് ഒട്ടും തന്നെ സമയം പാഴാക്കാതെ എൻറ്റോണിയോയെ ആക്രമിക്കാനായി തുടങ്ങി. മത്സരത്തിലെ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു പ്രകടനവും ഉണ്ടായിരുന്നില്ല. അവർ 2 വാശിയേറിയ മത്സരാർത്ഥികളെ പോലെയാണ് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ചാമ്പ്യൻഷിപ്പ് നേടിയെടുക്കുന്നതിനായുള്ള കഠിന പോരാട്ടമായിരുന്നു. എങ്ങനെ മറ്റൊരാളെ എത്രയും പെട്ടെന്ന് നിലം പരിശാക്കാം എന്നായിരുന്നു അവരുടെ ചിന്ത. അങ്ങനെ ആ കഠിനമായ പരിശ്രമവും പോരാട്ടത്തിൻ്റെയും ഒന്നാമത്തെ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. The second round began. Felix rushed like a bull towards Antonio. Antonio fought back well. Suddenly, Felix hit on Antonio's chin. His leg turned jelly and his arms flayed out desperately. Suddenly, he cleared his head
and hit Felix on the bridge of his nose. The crowd roared, and thus the second round came to an end. രണ്ടാമത്തെ റൗണ്ട് ആരംഭിച്ചു. ഫെലിക്സ് ഒരു കാളക്കൂറ്റിനെ പോലെ എൻറ്റോണിയോയുടെ നേർക്ക് പാഞ്ഞെടുക്കുകയാണ്. എൻറ്റോണിയോ തിരിച്ച് നന്നായി പൊരുതുകയാണ്. ഫെലിക്സ് പെട്ടെന്ന് എൻറ്റോണിയോയുടെ താടിക്കിടിക്കുന്നു. എൻറ്റോണിയോയുടെ കാല് കുഴഞ്ഞു പോകുന്നു. കൈകൾ പെട്ടെന്ന് പുറകോട്ട് തൂങ്ങിപ്പോയി. ഉടനെ തന്നെ എൻറ്റോണിയോ തൻ്റെ പൂർവസ്ഥിതി വീണ്ടെടുത്തു. എന്നിട്ട് ഫെലിക്സിൻ്റെ മൂക്കിൻ്റെ പാലത്തിന് ആഞ്ഞ് ഒരു ഇടി കൊടുത്തു. കാണികൾ ആവേശഭരിതരായി ഒച്ചവെച്ചു. രണ്ടാമത്തെ റൗണ്ട് അങ്ങനെ അവസാനിച്ചു. The referee called the ring doctor to check the fighters. The cold water sponges brought clarity to Amigo brothers. They were wrapped until their circulation ran free. Referee ring doctor-െ വിളിച്ചു. അവരെ തണുത്ത വെള്ളം കൊണ്ട് രണ്ടുപേരെയും തുടച്ചു. അവരുടെ രക്തയോട്ടം പൂർവസ്ഥിതിയിലാകുന്നതുവരെ അവരെ തിരുമ്മിക്കൊണ്ടിരുന്നു. Now was the final round. Everyone knew that this was the final round to decide the winner, and there could be no draw. Antonio came out fast. Felix hit back. Both pounded their way. Neither gave an inch and neither fell into the canvas. They fought toe to toe. They fought to win. The sounds of their mouths were loud. The crowd had gone completely silent. The referee was stunned by their savagery. The bell sounded over and over again. ഇതാ ഫൈനൽ റൗണ്ട് എത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും അറിയാം ഈ ഫൈനൽ റൗണ്ടിൽ വിജയിയെ തിരഞ്ഞെടുക്കുമെന്ന്. ഡ്രോ ഇല്ല. എൻറ്റോണിയോ പെട്ടെന്ന് തന്നെ കടന്നാക്രമിക്കുകയാണ്. ഫെലിക്സ് തിരിച്ചടിക്കുന്നു. രണ്ടുപേരും കൂട്ടിമുട്ടി പുറകോട്ട് മാറുന്നു. രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പൊരുതുകയാണ്. ഒരാളും ഒരു തരിമ്പ് പോലും വിട്ടുകൊടുക്കുന്നില്ല. രണ്ടുപേരും ക്യാൻവാസിലോട്ട് വീഴാതെ കഠിനമായി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വിജയം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അവരുടെ ഇടികളുടെ ശബ്ദം ആ സ്റ്റേഡിയം മുഴുവൻ മുഴങ്ങിക്കൊണ്ടിരുന്നു. കാണികൾ ശ്വാസം പിടിച്ച് നിശബ്ദരായി ആകാംക്ഷയോടെ കണ്ടിരുന്നു ആരാകും ജേതാവ്. റഫറിയാകട്ടെ ഇവരുടെ വന്യത കണ്ടിട്ട്, ഇവരുടെ അക്രമത്തിൻ്റെ രീതി കണ്ടിട്ട് സ്തംഭിച്ച് നിന്നുപോയി. അതാ മണി വീണ്ടും മുഴങ്ങുകയാണ്. Felix and Antonio did not hear the bell. They continued to pound on each other like hailstones. Finally, referee and two trainers separated them. They looked around and rushed towards each other. A cry of alarm surged through the park. Was this a fight to death or a boxing match? The fear soon disappeared when two amigos embraced. There were waves of cheering. Antonioയും ഫെലിക്സും മണി മുഴങ്ങുന്ന ശബ്ദം കേട്ടതേയില്ല. അവർ പരസ്പരം ഇടിച്ചുകൊണ്ടിരുന്നു. അവരുടെ ഇടി ആലിപ്പഴം പോലെ വീണുകൊണ്ടിരുന്നു. അവസാനം റെഫറിയും രണ്ട് പരിശീലകന്മാരും കൂടി അവരെ പിടിച്ചു മാറ്റേണ്ടതായി വന്നു. അവർ ചുറ്റും നോക്കി. അതിനുശേഷം പരസ്പരം ഓടിയെടുത്തു. കാണികളുടെ ഇടയിൽ നിന്ന് ഒരു ആരവം തന്നെ മുഴങ്ങി. ഇത് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നോ അതോ ഒരു ബോക്സിംഗ് മാച്ച് ആയിരുന്നോ? അവരുടെ പേടി അപ്രത്യക്ഷമാക്കിക്കൊണ്ട് രണ്ട്
അമിഗോ സഹോദരന്മാരും പരസ്പരം ആലിംഗനം ചെയ്യുകയാണ്. ആളുകൾ ആഹ്ലാദാരവം മുഴക്കി. No matter what the decision, they knew they would always be champion to each other. The announcer started. Ladies and gentlemen, the winner and representative to the Golden Gloves Tournament of Champions is... The announcer found himself alone. Arm in arm, the champions Antonio and Felix already left the ring. തീരുമാനം എന്തുമായിക്കോട്ടെ, അവർ പരസ്പരം ചാമ്പ്യന്മാരായി തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അനൗൺസർ തുടങ്ങി. മാന്യജനങ്ങളെ, ഗോൾഡൻ ഗ്ലോവ്സ് ടൂർണമെൻറ്റിൻ്റെ ചാമ്പ്യൻ ആയിട്ടുള്ള ജേതാവ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അനൗൺസർ നോക്കിയപ്പോൾ അവിടെ 2 മത്സരാർത്ഥികളെയും കാണാനുണ്ടായിരുന്നില്ല. അവർ കൈകോർത്ത് സ്റ്റേഡിയം വിട്ടുകഴിഞ്ഞിരുന്നു. Here, Antonio and Felix know very well that winning is not what is most important to them. What they really care is their friendship. This story also teaches us that no dreams can be realized without efforts. ഇവിടെ എൻറ്റോണിയോയ്ക്കും ഫെലിക്സിനും വിജയിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അവരുടെ സുഹൃത്ത് ബന്ധത്തിനായിരുന്നു. ഈ കഥ നമ്മെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് പരിശ്രമം അത്യാവശ്യമാണ് എന്ന വസ്തുത കൂടി പഠിപ്പിക്കുന്നു. So dear students, thank you for listening to me, and next time I will come back with an interesting play named The Hour of Truth, written by Percival Wilde. So please wait and don't forget to subscribe to my YouTube channel, Mary's Thoughts and Talks. Thank you.